ഹലോ, ഇന്നേ കുറച്ചധികം കാര്യങ്ങളുള്ള ദിവസമാണ് കേട്ടോ. നമുക്ക് കുറച്ച് യാത്രകളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു പണികളൊക്കെ നേരത്തെ കഴിച്ചു വയ്ക്കാം. ഏകദേശം പണികൾ കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുളിക്കണം. അപ്പോൾ അതുപോലെ തന്നെ മോനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും മോനും കൂടിയിട്ടാണ് കേട്ടോ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ അടിച്ചു വാരലും അതുപോലെ തന്നെ ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ച് തീർക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ പുറമേക്കൊക്കെ പോയി പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത്തിരി മണി കേട്ടോ പണിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് പുട്ടാണ്. ചോറ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുട്ടിന് കടലക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ നേരെ ഞാൻ അടിച്ചു വരാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അച്ഛനും ഏട്ടനും ജോലിക്ക് പോകേണ്ട കാരണം കൊണ്ട് അവർക്ക് വേണ്ട ചായയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അമ്പലത്തിൽ പോകാമെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ ഇവിടെ എല്ലാം അടിച്ചു വാരിയിടുന്നുണ്ട്. തുടയ്ക്കണില്ല കേട്ടോ, അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ചായക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ്. അമ്മ അവിടെ ചായ ആറ്റുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ നമ്മുടെ കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള കടല കാച്ചാനായിട്ട് ഉള്ളി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈസി ആയിട്ട് കാച്ചാലോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ടാസ്ക്കൊക്കെ കൈമാറുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചായ ആറ്റാൻ നിന്നു. അപ്പോൾ അതെ അച്ഛൻ വന്ന് വർത്തമാനത്തിന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെപ്പോഴാണ് പോണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കണതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുതൽ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വന്ന് അത്ര നല്ല മൂടല്ല. അപ്പോൾ കുളിച്ചിതേ ഞങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അമ്പലത്തിൽ പോകാനായിട്ട്. അച്ഛനും ഏട്ടനൊക്കെ ജോലിക്ക് പോയി കേട്ടോ. അപ്പോൾ അതേ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പോണേ. ഞങ്ങൾ അമ്പലത്തിലെത്തി. പൂവണി ശിവക്ഷേത്രമായിരുന്നു. അവിടെയൊക്കെ തൊഴുത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പുട്ടും കടലയൊക്കെ കഴിച്ച് പാത്രങ്ങൾ കുറച്ച് മോറാനുണ്ട്, അതൊക്കെ മോര് വെച്ചു. അപ്പോൾ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ബാങ്കിലൊക്കെ പോകണ്ട, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചി എത്തി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ബാങ്കിലൊക്കെ എത്തി. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് വാച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാച്ചൊക്കെ ശരിയാക്കണ കടയിൽ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വെറുതെ ചുമ്മാ ഒന്ന് നമ്മുടെ PSC അപേക്ഷിച്ചിട്ടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കഫേ കയറി. അപ്പോൾ അവിടെ ഇത്തിരി നേരം പോസ്റ്റായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഒന്ന് ഫാൻസി കടയിൽ കയറിയതാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ജിമിക്ക് പ്രാന്തികളാണ്. ജിമിക്ക് കണ്ട ഞങ്ങളവിടെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ കളക്ഷൻസൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് പിന്നെ വരാട്ടോ ചേച്ചി, എന്തായാലും ഒരു വരവ് കൂടി വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, വില കുറവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ ഫ്രണ്ട് പുതിയതായിട്ട് ഒരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് സെക്കൻഡ് സ്റ്റഡി അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കണ നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് മയങ്ങി കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും മോനെ കൊണ്ടുവരാറായി. അപ്പോൾ മോനൊക്കെ കൊണ്ടുവന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ തയ്ക്കണ ആരെങ്കിലും കണ്ടപ്പോൾ അവനൊന്ന് കൂടണം കൂടെ. അപ്പോൾ ചായ വയ്ക്കാനുള്ള നേരമായപ്പോൾ പിന്നെ ചായ വെച്ചു. എല്ലാവരും ചായ കുടിച്ചു. അപ്പോൾ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ചേച്ചിയും പിള്ളേരൊക്കെ എത്തി. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു. പിന്നെ പാത്രങ്ങളുണ്ടായിരുന്നു പതിവ് പോലെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെല്ലെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ വീട്ടിലാണെങ്കിൽ നമുക്ക് സമയം തീരെ പോവില്ലായിരിക്കും. പക്ഷെ വല്ലയിടത്തേക്കും നമുക്ക് യാത്രകൾ കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു ദിവസം പോണതേ നമുക്കറിയില്ല കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുറമേക്കൊക്കെ വെറുതെ എങ്കിലും ഒന്ന് കറങ്ങാൻ പോകാനായിട്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രാവലിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത് ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഒക്കെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോവും. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് കടന്നു പോയി കേട്ടോ. അപ്പോൾ അതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഒക്കെ എടുത്ത് വെച്ച് പിന്നെ അടുക്കളയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാധാരണ പണികളുണ്ടല്ലോ, അടിച്ചു വാരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരവിടെ കളിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.